അച്ഛൻ വഴുക്കണ്ടാട്ടാ. ഈ അച്ഛൻ പോവാറുള്ള ഈ വഴി കൂടെ ഞങ്ങളും പോവാറുണ്ട്. അതിപ്പോൾ വഴുക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാത്തതുണ്ട്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാലം ഇതിൻ്റെ ഇടയിൽ നിറയെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാലം നന്നായിട്ട് വെള്ളം നിറഞ്ഞു നിൽക്കും. പക്ഷെ ഇതൊരു രസമാണ് കേട്ടോ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ പോവാനായിട്ട്. മഴ 2-3 ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ്. അതാണ് ഇത്രയും വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. കുഴി ഉണ്ടെങ്കിൽ അങ്ങോട്ട് കാലങ്ങോട്ട് പോണതറിയില്ല. ഇതിലൂടെയാണ് വെള്ളം വരുന്നത്. ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. കാരണം ഇതിലൊന്നും ഇപ്പോൾ ആൾക്കാർ നടത്തില്ല. പണ്ടൊന്നും ഇങ്ങനെ ഇരുന്നില്ല. പുല്ലും ഇതൊന്നും ഇല്ലാണ്ട്. ഇത് കനാലാണ്. ഇങ്ങനെ പുല്ലും മരങ്ങളൊക്കെ മുളച്ച് നിൽക്കുന്ന കാരണം കനാൽ കാണാനില്ല. നമ്മളിപ്പോൾ ഈ പോകുന്ന ഒരു വഴി എന്ന് പറയുമ്പോൾ കയറ്റം കയറുന്നതോറും ഈ ഒരു കനാലിൻ്റെ ആഴം അതായത് ഉയരം കൂടുതൽ. അപ്പോൾ ഭയങ്കര ആഴത്തിലാണ്. നമുക്ക് കുറച്ചുകൂടി നടക്കാണ്ടല്ലോ. ഞാൻ എങ്ങോട്ടാ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വലിയച്ഛൻ്റെ മകൻ്റെ വീട്ടിലേക്ക് പോയതാണ്. ഹൗസ് വാമിങ്ങിന് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയി എന്നിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. കനാലിൻ്റെ മേലുള്ളൊരു പഞ്ചായത്ത് കിണറാണ്. വെള്ളം നിറഞ്ഞിട്ടുണ്ടാവില്ല. ഇത്ര ഉണ്ട് കാടല്ലേ. ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കണു അല്ലേ. ഇതൊക്കെ നമ്മുടെ കനാലിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഒന്നാകെ ചെടി കാട് പിടിച്ച് കിടക്കുകയാണ്. കാരണം ഇപ്പോൾ ആരും കുളിക്കാനും തിരുമ്പാനൊന്നും ഇപ്പോൾ കനാലിലേക്കൊന്നും വരാറില്ല. പണ്ട് അങ്ങനെയല്ല, എല്ലാവരും കുളിക്കാനും അലക്കാനൊക്കെ വന്നിരുന്നു. അമ്മ ഇങ്ങനെ കാട് പിടിച്ചിട്ടൊന്നല്ലല്ലോ ഉണ്ടായിരുന്നു. ആണ് നമ്മുടെ പാടം. അപ്പോൾ വെള്ളമൊക്കെ അത് എത്രയായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു മഴയത്ത്. ഫ്ലഡ് വന്നിട്ട് പോലും നമ്മുടെ വീട്ടിലൊന്നും പക്ഷേ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് പാടം പറയുമ്പോൾ കുറച്ച് തട്ടായിട്ടല്ലേ. നല്ല കോൾഡ് വന്നിട്ടുണ്ട്. ഫ്ലഡ് വന്നിട്ട് പോലും വെള്ളമൊന്നും വീടിനകത്തേക്കൊന്നും കയറിയിരുന്നില്ല. കാരണം ഈ പാടങ്ങൾ തട്ടായ കാരണം വെള്ളം ഇങ്ങനെ ഒലിച്ചിങ്ങനെ പോവല്ലേ. ഓ മൈ ഗോഡ്. പിന്നെ ഇതാ ഇവിടെ ഒരു കഴായായിരുന്നു. നമ്മൾ കഴായ എന്നാ പറയുക. ആ കഴായയിൽ ഇപ്പോൾ ഒരു നമ്മുടെ സ്ലാബ് ഇട്ടതാണത്. നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.